കാത്തിരിക്കാനുള്ള ക്ഷമ, ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിക്കുന്ന ക്ഷമ. ആ യൗസേപ്പ് പിതാവിനോട് നമ്മൾ സഹായം ചോദിക്കുകയാണ്. അതായത് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ, ഔട്ട് ഓഫ് കൺട്രോൾ ആകുമ്പോൾ, ഇന്ന് എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. ദ്രുതഗതിയിൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു ലോകത്ത് കാത്തിരിപ്പ് അത്ര സുഖമുള്ള ഒരു കാര്യമല്ല. ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയം വെക്കുന്ന ഒരാൾക്കാണ് ക്ഷമയോടെ കാത്തിരിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രതിഷ്ഠ നടത്തി യൗസേപ്പ് പിതാവിന്റെ സഹായം തേടി, മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുമ്പോൾ ഈ പേഷ്യൻസിൽ, ശരിക്കും നമുക്കിത് കേൾക്കുമ്പോഴറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി വേണ്ട ഒരു സുഹൃതമാണ് ഈ പേഷ്യൻസ്, ക്ഷമ. അതിൽ വളരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യൗസേപ്പ് പിതാവിന്റെ പ്രതിഷ്ഠയുടെ 22ാമത്തെ ദിവസം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന വിഷയം യൗസേപ്പ് പിതാവ്, സെയിന്റ് ജോസഫ്, മിറർ ഓഫ് പേഷ്യൻസ്. മിറർ ഓഫ് പേഷ്യൻസ്. ക്ഷമയുടെ ദർപ്പണമായ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ക്ഷമ എന്നത് ഫൊർഗീവ്നെസ് അല്ല, മറിച്ച് പേഷ്യൻസ്, കാത്തിരിക്കാനുള്ള ക്ഷമ, ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിക്കുന്ന ക്ഷമ. അതിന്റെ നല്ല മാതൃകയാണ് യൗസേപ്പ് പിതാവ്. ആ യൗസേപ്പ് പിതാവിനോട് നമ്മൾ സഹായം ചോദിക്കുകയാണ്. എല്ലാ സുഹൃതങ്ങളും വെളിപ്പെട്ടിരിക്കുന്ന വലിയ വിശുദ്ധനായ യൗസേപ്പ് പിതാവിന്റെ മാധ്യശക്തിയാൽ നമുക്ക് ഈ ക്ഷമയുടെ പുണ്യം, ഈ പേഷ്യൻസ് നൽകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ബ്ലസഡ് ഗബ്രിയേലെ അലഗ്ര എന്ന വാഴ്ത്തപ്പെട്ടയാള് പറയുന്ന കാര്യം ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്: ഫ്ലവർ ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ പുഷ്പമായ യൗസേപ്പ്, ദ ഫ്ലവർ ഓഫ് ഇസ്രായേൽ. അദ്ദേഹം വിശ്വാസത്തിൽ, ആരാണ് യൗസേപ്പ് പിതാവ്? അദ്ദേഹം വിശ്വാസത്തിൽ അബ്രാഹത്തെക്കാൾ വലിയവനാണ്, കരുണയിൽ ദാവീദിനേക്കാൾ വലിയവൻ, ജ്ഞാനത്തിൽ സോളമനേക്കാൾ, പ്രവാചകന്മാരെക്കാൾ വലിയവൻ, ക്ഷമയിൽ, പേഷ്യൻസിൽ ജോബിനേക്കാൾ, തോബിയാസിനേക്കാൾ ഉയർന്നവൻ, തീക്ഷ്ണതയിൽ ഏലിയായേക്കാൾ ഉന്നതൻ. ഇതാണ് യൗസേപ്പ് പിതാവ്. യൗസേപ്പ് പിതാവിന്റെ സുഹൃതങ്ങളിൽ ഒന്നാണ് പേഷ്യൻസ്, ക്ഷമ. ഇന്ന് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് പാലിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് ഈ ക്ഷമ, പേഷ്യൻസ്. ഇത് എളുപ്പമല്ല. അതായത് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ, ഔട്ട് ഓഫ് കൺട്രോൾ ആകുമ്പോൾ, അത്തരം സിറ്റുവേഷൻസ് നമുക്ക് റെയർ അല്ലാതെ തന്നെ വരുന്നുണ്ട്. വെരി ഓഫൻ ഇറ്റ്സ് ഹാപ്പനിങ്. വെൻ തിങ്സ് ഗോ ഔട്ട് ഓഫ് കൺട്രോൾ, ആ നേരത്ത് കാമായിട്ട്, പീസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ശരിയാകാൻ, ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കാൻ ഉള്ള ക്ഷമയുണ്ടോ എന്നതാണ് ഇന്നത്തെ ചോദ്യം. When things go out of control, can you remain calm and peaceful and wait patiently? നമുക്ക് ഇന്നത് പറ്റാതെ വരുന്നു. അതിന്റെ കാരണം, നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. ദ്രുതഗതിയിൽ ക്ഷണനേരം കൊണ്ട് കാര്യങ്ങൾ നടക്കുന്ന ഒരു ലോകത്ത് കാത്തിരിപ്പ് അത്ര സുഖമുള്ള ഒരു കാര്യമല്ല. ഭക്ഷണം നമുക്ക് വിരൽത്തുമ്പിൽ ഓർഡർ ചെയ്യാൻ പറ്റും. നമ്മുടെ യാത്രയുടെ ക്രമീകരണങ്ങൾ, നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മുടെ ബില്ല്, ഫോൺ ബില്ല്, കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ വിരൽത്തുമ്പിൽ ചെയ്യുമ്പോൾ ടെക്നോളജി എല്ലാത്തിനെയും നമുക്ക് ഏറ്റവും വേഗതയിൽ ആക്കിത്തരുന്ന ഒരു കാലത്ത് കാത്തിരിപ്പ് ഒട്ടും എളുപ്പമല്ലാത്ത ഒന്നാണ്. പക്ഷെ കാത്തിരിപ്പിന് വലിയ വിലയുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30:18, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 30 വേഴ്സ് 18. Blessed are those who wait on the Lord. കർത്താവിൽ ആശ്രയിച്ച് കാത്തിരിക്കുന്നവൻ അനുഗ്രഹീതൻ. കർത്താവിൽ ആശ്രയിച്ച് കാത്തിരിക്കാനുള്ള ഒരു കൃപ നമുക്ക് ഈ ദിവസം പ്രാർത്ഥിച്ച് വാങ്ങിക്കാം. യൗസേപ്പ് പിതാവ് ഈ കാത്തിരിപ്പ് എക്സസൈസ് ചെയ്ത പല നേരങ്ങളുണ്ട്. ഈ ക്ഷമയോടെയുള്ള ഈ പേഷ്യൻസ് എക്സസൈസ് ചെയ്ത നേരങ്ങൾ. ഒന്ന്, മറിയം എലിസബത്തിന്റെ വീട്ടിൽ പോയി 3 മാസം കഴിഞ്ഞാണ് യൗസേപ്പ് കാണുന്നത്. യൗസേപ്പ് പേഷ്യൻസോടുകൂടി, ക്ഷമയോടുകൂടി കാത്തിരുന്നു. ഒപ്പം മറിയത്തിന്റെ ഗർഭാവസ്ഥയുടെ കാരണം യൗസേപ്പിന് അറിഞ്ഞുകൂടാ. അതറിയാൻ യൗസേപ്പ് വീണ്ടും ക്ഷമയോടെ
കാത്തിരുന്നു. ഈജിപ്തിലേക്ക് പോയി ഈജിപ്തിൽ ചെന്നിട്ട് തിരിച്ചു വരേണ്ട സമയം എപ്പോഴെന്ന് അറിഞ്ഞുകൂടാ. വളരെ കഷ്ടദുരിതങ്ങളിലൂടെയാണ് യൗസേപ്പ് തീർച്ചയായിട്ടും യൗസേപ്പും കുടുംബവും കടന്നു പോയിട്ടുള്ളത്. ആ നേരത്ത് മനസ്സുമടുക്കാതെ ക്ഷമയോടെ കാത്തിരുന്നവനാണ് യൗസേപ്പ്. അപ്പോ യൗസേപ്പിന്റെ ജീവിതത്തിൽ യൗസേപ്പ് ഈ പേഷ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ഓർക്കരുത് ഒട്ടും ടെൻഷൻ ഇല്ലായിരുന്നു. അല്ല, കുട്ടിയെ ബാലനായ ഈശോയെ 12-ാം വയസ്സിൽ ദേവാലയത്തിൽ കാണാതെ പോയപ്പോ യൗസേപ്പ് അനുഭവിച്ചൊരു ആദിയുണ്ട്. പക്ഷെ ആ നേരത്തും യൗസേപ്പ് ക്ഷമയോടെ കാത്തിരുന്നു. കാരണം യൗസേപ്പ് വിശ്വസിച്ചിരുന്നത് ഗോഡ്സ് പ്രൊവിഡൻസ്, ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയം വെച്ചു. ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയം വെക്കുന്ന ഒരാൾക്കാണ് ക്ഷമയോടെ കാത്തിരിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രതിഷ്ഠ നടത്തി യൗസേപ്പ് പിതാവിന്റെ സഹായം തേടി മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുമ്പോൾ ഈ പേഷ്യൻസിൽ ശരിക്കും നമുക്കിത് കേൾക്കുമ്പോഴറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി വേണ്ട ഒരു സുഹൃതമാണ് ഈ പേഷ്യൻസ്, ക്ഷമ. അതിൽ വളരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ് ഈ ക്ഷമ. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയാനും ഈ ക്ഷമയുടെ ജീവിതം, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഓരോ ദിവസവും ഇഷ്ടം പോലെ അവസരം കിട്ടും ക്ഷമ പ്രാക്ടീസ് ചെയ്യാൻ, പേഷ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ. പലപ്പോഴും നമുക്കതിന് കഴിയാതെ പോകാറുമുണ്ട്. യൗസേപ്പ് പിതാവ് നമ്മളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മൾ പേഷ്യൻസ് വളർത്തേണ്ട ഒരു മേഖല ഞാൻ പറഞ്ഞുതരാം. എന്നറിയാമോ? ഈ ക്ഷമയോടെ ഇരിക്കണമെന്ന് പറയുന്ന ഒരു മേഖല. മറ്റുള്ളവരുടെ കുറവുകളോട് നമ്മൾ ഇടപെടുന്ന, നമ്മുടെ കൂടെ ആയിരിക്കുന്ന പലർക്കും ഇഷ്ടംപോലെ കുറവുകളുണ്ട്. ആ കുറവുകളുടെ മുമ്പിൽ എന്ത് ചെയ്യണം? പേഷ്യൻസ്, ക്ഷമയോടെ കാത്തിരിക്കണം. ശരിയാകും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കണം. അത് നമ്മുടെ ബന്ധുക്കൾ കാണും, ചില സുഹൃത്തുക്കള്, നമ്മുടെ കൊളീഗ്സ്, അവിടെയൊക്കെ ഈ ക്ഷമ ഉണ്ടാകണം. പ്രത്യേകിച്ച് എനിക്കിത് കേൾക്കുന്ന ചെറുപ്പക്കാരോട് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരോട് പറയാനുള്ളത്, നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്പേസിൽ ഈ ക്ഷമ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്താണല്ലോ വർക്കിംഗ് സ്പേസ് എത്ര മനോഹരമാവും അറിയാമോ? എന്തിന്? നമ്മൾ വണ്ടി ഓടിക്കുന്ന ഹൈവേയിൽ, നമ്മുടെ റോഡിൽ നമ്മൾ ഈ ക്ഷമ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ റോഡുകൾ എത്ര മനോഹരമാകും അറിയാം. റോഡിന്റെ ടാറിന്റെ ക്വാളിറ്റി അല്ല, റോഡിലുള്ള യാത്ര. ഒരാളൊന്ന് ക്ഷമ കാണിച്ചാൽ മതി. ആർക്കും ആ ക്ഷമ ഇല്ലാത്തതാണ് റോഡുകളിൽ അപകടവും അസ്വസ്ഥതകളും ഒക്കെ ആയിട്ട് മാറുന്നത്. നമുക്ക് ഈ ക്ഷമ ശീലിക്കാൻ പഠിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എളുപ്പമല്ല ഈ ക്ഷമ, എളുപ്പമല്ല. യൗസേപ്പിനെ സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം, യൗസേപ്പ് ജീവിച്ചത് 2 പെർഫെക്റ്റ് ആൾക്കാർ കൂടെ അല്ലേ അച്ചു, അല്ലെ? മറിയത്തിന്റെയും ഈശോയുടെയും കൂടെ അല്ലേ? യൗസേപ്പിനൊപ്പം ക്ഷമ, ശരിയാണ്, അവർ രണ്ടുപേരും പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ യൗസേപ്പ് ഇടപെട്ടവര്, യൗസേപ്പിന്റെ കൂടെ പണിയെടുത്തവർ, യൗസേപ്പിന്റെ എംപ്ലോയീസ് കാണും, യൗസേപ്പ് കണ്ടുമുട്ടിയവർ, ടാക്സ് കളക്ടേഴ്സ്, ആ സത്രക്കാരൻ, ഇഷ്ടം പോലെ പേരുണ്ട്. യൗസേപ്പിന്റെ ക്ഷമയെ കൊന്നുകളയുന്ന പലരുമുണ്ട്. പക്ഷെ അപ്പോഴൊന്നും യൗസേപ്പ് ഈ പേഷ്യൻസ് വിട്ടില്ല. പേഷ്യൻസ് ഗോയിങ് ടു ഹെൽപ്പ് us ആക്ച്വലി. ക്ഷമയിൽ, കാത്തിരിപ്പിൽ നമുക്ക് വളരാം. നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് യൗസേപ്പ് പിതാവിന്റെ ശക്തിയേറിയ മാധ്യസ്ഥ്യത്താൽ ഈ പേഷ്യൻസ് എന്ന സുഹൃത്തം, ക്ഷമ എന്ന സുഹൃത്തം നമ്മളിൽ വളരാൻ പ്രാർത്ഥിക്കാം. ലുത്തീനിയ ചെല്ലാം ഒരുമിച്ച് പ്രതിഷ്ഠാ ജപം ചൊല്ലി കാഴ്ചവെക്കുകയും ചെയ്യാം. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള പ്രതിഷ്ഠാ പ്രാർത്ഥന. ഓ ഏറ്റവും വന്ധ്യനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ ബഹുമാനത്തിനായി ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങ് എപ്പോഴും എൻ്റെ പിതാവും സംരക്ഷകനും രക്ഷയുടെ പാതയിൽ എൻ്റെ വഴികാട്ടിയും ആയിരിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ വലിയ നിർമ്മലതയും ആന്തരിക ജീവിതത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹവും എനിക്കായി വാങ്ങിത്തരണമേ. അങ്ങയുടെ മാതൃക പിന്തുടർന്ന് മിശിഹായുടെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടും ചേർന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ പുണ്യ മരണത്തിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.